നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന സ്റ്റാൻഡേർഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനത്തെ റാൻഡം വേരിയബിൾസ് ആണ് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമ്മളടുത്ത് ഒരു എക്സ് എന്ന് പറയുന്ന ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ഉണ്ട്. ആ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എക്സ് അസ്യൂം ചെയ്യുന്ന വാല്യൂസ് 0, 1, 2, 3 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി ആണ്. ഇവിടെ ഇൻഫിനിറ്റി വരെയുള്ള വാല്യൂസ് എടുക്കുന്ന ഒരു റാൻഡം വേരിയബിൾ ആണ് എക്സ് എന്ന് വിചാരിക്കുക. ആൻഡ് ഇഫ് ദ PMF ഓഫ് എക്സ് ഇസ് ഗിവൺ ബൈ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഓഫ് എക്സ് ഇസ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു എക്സ്. അതായത് അതിൻ്റെ PMFൻ്റെ രൂപം e⁻m ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഈ രൂപത്തിലാണ് PMF ഉള്ളതെങ്കിൽ എക്സ് ടേക്സ് ദ വാല്യൂ 0, 1, 2, 3 അപ് ടു ഇൻഫിനിറ്റി. എങ്ങനെയുള്ള എം എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് നമ്പറാണ്. ഇങ്ങനെയാണെങ്കിൽ എക്സ് ഫോളോ ചെയ്യുന്നത് ഒരു പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ പറയാം. ആ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റർ എം ആണ്. നമ്മൾ എഴുതും എക്സ് ഫോളോസ് PM. എം എന്ന് പറയുന്നത് പാരാമീറ്റർ ആണ്. ഈ എം എന്ന് പറയുന്ന പാരാമീറ്റർ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോസോണിൻ്റെ പ്രോബബിലിറ്റീസ് എല്ലാം എഴുതാൻ പറ്റും. നമ്മളിതിനെ PD എന്നും റെപ്രസെൻറ്റ് ചെയ്യും. പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ പോസോൺ ഡിസ്ട്രിബ്യൂഷനെ PD എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ എന്താണ് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ലെറ്റ് എക്സ് ബി എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ അസ്യൂമിങ് വാല്യൂസ് 0, 1, 2, 3 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി ആൻഡ് ഇഫ് ദ PMF ഓഫ് എക്സ് ഇസ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സിൻ്റെ മീനിങ് എന്താണ്? ദറ്റ് ഇസ് പ്രോബബിലിറ്റി ദാറ്റ് ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എക്സ് ഇസ് ഈക്വൽ ടു m raised to x by x factorial. X is equal to 0, 1, 2, 3 up to infinity and m greater than 0. Then x is said to follow a Poisson distribution with parameter m. m എന്ന് പറഞ്ഞ പാരാമീറ്റർ ഉള്ള ഒരു Poisson distribution ആണ്. And we write x follows PM. അപ്പോൾ ഇതാണ് ഈ പാറ്റേണിലുള്ള PMF വരുന്ന ഡിസ്ട്രിബ്യൂഷനുകളെ നമ്മൾ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷനുകൾ എന്ന് പറയുന്നു. അപ്പോൾ ഇനി നമുക്ക് നോക്കാം എങ്ങനത്തെ റാൻഡം വേരിയബിളുകളാണ് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നത്. അതായത് ഒരു ടൈം പീരിയഡ്, ഒരു ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിൽ നടക്കുന്ന നമ്പർ ഓഫ് ഇവൻറ്റ്സ് ഒക്കറിങ് ഇൻ എ ഇൻ്റർവെൽ ഓഫ് ടൈം, അല്ലെങ്കിൽ ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു വോളിയം, അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഇവൻറ്റുകളുടെ എണ്ണമാണ് നമ്പർ ഓഫ് ഇവൻറ്റ്സ് ഇൻ ആൻ ഇൻ്റർവെൽ. ഒരു ടൈം ഇൻ്റർവെൽ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഏരിയയിൽ നടക്കുന്ന കാര്യങ്ങളായിരിക്കാം, ഒരു വോളിയത്തിൽ നടക്കുന്ന കാര്യങ്ങളായിരിക്കാം. അങ്ങനെയുള്ള ഇവൻറ്റുകളുടെ എണ്ണമാണ് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പറയാം, ഇപ്പോൾ ഒരു ഇൻ്റർവെൽ ഓഫ് ടൈമിൽ എന്ന് പറയാം, ഇപ്പോൾ ഒരു 20 മിനിറ്റ് ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ബാങ്കിൽ വരുന്ന നമ്പർ ഓഫ് customers arriving at a bank in 20 minutes interval. That follows a Poisson distribution. Okay, അതുമാതിരി ഇപ്പോൾ നമ്പർ ഓഫ് ടെലിഫോൺ കോൾസ് റിസീവിങ് അറ്റ് എ ടെലിഫോൺ സ്വിച്ച് ബോർഡ് ഇൻ 5 minutes interval. ഇപ്പോൾ നമ്പർ ഓഫ് ടെലിഫോൺ കോൾസ്, അപ്പോൾ കോളുകളുടെ എണ്ണം അല്ലേ, ഒരു ടൈം പീരിയഡിലുള്ള കോളുകളുടെ എണ്ണം, അല്ലെങ്കിൽ പിന്നെ ഒരു ഏരിയയിലുള്ള അല്ലെങ്കിൽ ഒരു സ്ക്വയർ മീറ്ററിലുള്ള ഫ്ലവേഴ്സിൻ്റെ എണ്ണം അല്ലെങ്കിൽ പ്ലാന്റ്സിൻ്റെ എണ്ണം, നമ്പർ ഓഫ് പ്ലാന്റ്സ് ഇൻ എ സ്ക്വയർ മീറ്റർ ഓഫ് ഏരിയ, നമ്പർ ഓഫ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ഫ്ലവറിങ് പ്ലാന്റ്സ് എന്നൊക്കെ പറയാം ഇൻ എ ഏരിയ, അതായത് സ്ക്വയർ മീറ്ററിൽ അത് പറഞ്ഞാൽ ഒരു പീസിൽ ഒരു ഇൻ്റർവെൽ എന്നൊക്കെ പറയണ പോലെ അതിൻ്റെ ഉള്ളിൽ വരുന്ന പ്ലാന്റുകളുടെ എണ്ണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോസോൺ ഡിസ്ട്രിബ്യൂഷനാണ് ഫോളോ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിന് പുറമെ പോസോൺ ഡിസ്ട്രിബ്യൂഷനെ ഇറ്റ്സ് ഓൾസോ കോൾഡ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റയർ ഇവൻറ്റ്. ഇതിനെന്തും കൂടി പറയും? അപൂർവമായിട്ട് നടക്കുന്ന ഇവൻറ്റുകളുടെ ഡിസ്ട്രിബ്യൂഷൻ എന്നുകൂടി പറയും. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റയർ ഇവൻറ്റ്സ്. അതായത് ഇപ്പം ക്ലാസിക്കായിട്ടുള്ള ഒരു എക്സാമ്പിളായിട്ട് പറയാം, നമ്പർ ഓഫ് ഡെത്ത്സ് ഡ്യൂ ടു ഹോഴ്സ് കിക്സ് ഇൻ ആൻ ഇയർ. ഒരു കൊല്ലത്തിൽ ഹോഴ്സ് കിക്സ്, കുതിര ചവിട്ടിയിട്ടുള്ള മരണങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ എണ്ണം ഇൻ ആൻ ഇയർ, ഒരു പീരിയഡ് വേണമല്ലോ, അപ്പോൾ ഇൻ ആൻ ഇയർ ദാറ്റ് ഫോളോസ് എ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ. അല്ലെങ്കിൽ നമ്പർ ഓഫ് എയ്റോപ്ലെയിൻ ആക്സിഡൻറ്റ്സ് ഒക്കറിങ് ഇൻ എ സിറ്റി, അല്ലെങ്കിൽ നമ്പർ ഓഫ് റോഡ് ആക്സിഡൻറ്റ്സ് ഒക്കറിങ് ഇൻ എ സിറ്റി ഇൻ എ മന്ത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നു എന്ന് പറയാം. അപ്പോൾ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ഇസ് ഓൾസോ കോൾഡ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റയർ ഇവൻറ്റ്സ്. ആ കാര്യം കൂടി അപൂർവമായിട്ട് നടക്കുന്ന ഇവൻറ്റുകളുടെ ഡിസ്ട്രിബ്യൂഷനായിട്ട് കൂടി നമുക്ക് പോസോൺ ഡിസ്ട്രിബ്യൂഷനെ നമുക്ക് പറയാൻ സാധിക്കും. ഇനി നമുക്ക് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ മീനും വേരിയൻസും എന്താണെന്ന് നോക്കാം.
മീൻ ഓഫ് എ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ, അല്ലെങ്കിൽ നമ്മളതിൻ്റെ എക്സ്പെക്റ്റേഷൻ ഓഫ് എ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. എക്സ്പെക്റ്റേഷൻ എന്ന് കൂടി മീനിനെ പറയും. എക്സ്പെക്റ്റേഷൻ അതിന് ഇ ഓഫ് എക്സ് എഴുതുന്നു. ഇ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എം. അതായത് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റർ ആണ് എം. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് ദ റാൻഡം വേരിയബിൾ എക്സ് ഇസ് എം. അതുമാതിരി വേരിയൻസ് ഓഫ് എൻ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ അത് നമ്മൾ വി ഓഫ് എക്സ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. വി ഓഫ് എക്സ് ഇസ് ഓൾസോ ഈക്വൽ ടു എം. അപ്പോൾ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ ആൻഡ് വേരിയൻസ് ആർ ഈക്വൽ. മീൻ ആൻഡ് വേരിയൻസ് തുല്യമായിരിക്കും. ഏതിന് ഈക്വൽ ആയിരിക്കും? അവർ ദേ ആർ ഈക്വൽ ടു ദി പാരാമീറ്റർ എമ്മിന് തുല്യമായിരിക്കും. അതൊരു പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു പ്രത്യേകതയാണ്. മീനും വേരിയൻസും തുല്യമായിരിക്കും. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് എക്സ്. പോസിറ്റീവ് റൂട്ട് എന്ന് പറയും. ദറ്റ് ഈസ് റൂട്ട് ഓഫ് എം. ദറ്റ് ഈസ് ദി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. മറ്റൊരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആസ് എ ലിമിറ്റിംഗ് കേസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അതായത് ബൈനോമിയൽ റാൻഡം വേരിയബിൾ ഉണ്ടെങ്കിൽ ഒരു ബൈനോമിയൽ റാൻഡം വേരിയബിൾ അല്ലെങ്കിൽ ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എപ്പോഴാണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനായിട്ട് മാറുക എന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മളടുത്തൊരു ബൈനോമിയൽ റാൻഡം വേരിയബിൾ ആണ്. അതായത് എക്സ് എന്ന് പറഞ്ഞൊരു റാൻഡം വേരിയബിൾ ഉണ്ട്. അതൊരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ് ഫോളോ ചെയ്യുന്നത് വിത്ത് പാരാമീറ്റർ എൻ കോമ പി. ഇനി എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എപ്പോഴാണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനായിട്ട് മാറുന്നത്? വെൻ എൻ ഇസ് വെരി ലാർജ്. ബൈനോമിയലിൽ 2 പാരാമീറ്റർ ആണല്ലോ ഉള്ളത്, എന്നും പിയും. അതിൽ എൻ ഇസ് വെരി ലാർജ്. എൻ ലാർജ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് എന്നിന് കിട്ടുന്നത്. ആൻഡ് സെക്കൻഡ് കണ്ടീഷൻ പി ഈസ് വെരി സ്മോൾ. പിയുടെ വാല്യൂ വളരെ ചെറിയ വാല്യൂ ആവുക. അതായത് പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആണ് ഇവിടെ പി എന്ന് പറയുന്നത്. അത് വളരെ ചെറുതാവുക. അപ്പോൾ സക്സസ്സിനുള്ള പ്രോബബിലിറ്റി വളരെ ചെറുതാവുക പറഞ്ഞാൽ ഒക്കർ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാവുക പറഞ്ഞാൽ റയർ ഇവൻ്റ് ആവുക എന്നുള്ള അർത്ഥം അല്ലേ. ആൻഡ് തേർഡ് കണ്ടീഷൻ എൻ പി ഇസ് ഈക്വൽ ടു എം. എന്ന് വലുതാണ്, പി ചെറുതാണ്. അപ്പോൾ എൻ ഇൻറ്റു പി എന്ന് പറയുമ്പോൾ ഒരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി അല്ലേ. ഇറ്റ്സ് എ ഫൈനൈറ്റ് ക്വാണ്ടിറ്റി. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം, ഈ കണ്ടീഷൻസിൽ നമുക്ക് പറയാം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ക്യാൻ ബി അപ്രോക്സിമേറ്റഡ് ടു പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇതൊക്കെയാണ് ബൈനോമിയൽ പോയ്സോൺ ആവുള്ള കണ്ടീഷൻ. അപ്പോൾ ഒന്നും കൂടി നോക്കാം. എപ്പോഴാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനായിട്ട് മാറുന്നത്? വെൻ എൻ ഇസ് വെരി ലാർജ്, പി ഇസ് വെരി സ്മോൾ, എൻ പി ഇസ് ഈക്വൽ ടു എം, എ ഫൈനൈറ്റ് ക്വാണ്ടിറ്റി. നമ്മളൊരു പ്രോബ്ലം നോക്കുകയാണ്. A telephone exchange receive on an average 4 calls per minute. 4 calls per minute. Find the distribution of, first question, 2 or less calls per minute. Second question, up to 4 calls per minute. Third question, more than 4 calls per minute. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പം നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്നത് ഒരു ടെലിഫോൺ എക്സ്ചേഞ്ചിൽ 1 മിനിറ്റിൽ 4 കോളുകളാണ് റിസീവ് ചെയ്യുന്നത്. അപ്പോൾ 1 മിനിറ്റ് ടൈം ഇൻ്റർവെല്ലിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ എത്ര കോൾസാണ് നമുക്ക് കിട്ടുന്നത്? 4 കോൾസാണ് കിട്ടുന്നത് ഓൺ ആൻ ആവറേജ് അല്ലേ. അപ്പം അതൊരു ഡിസ്ട്രിബ്യൂഷൻ. ആ ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും ഫോളോ ചെയ്യുന്നത്? ഒരു പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കില്ലേ. അതായത് കോളുകളുടെ എണ്ണം, 1 മിനിറ്റിൽ വരുന്ന കോളുകളുടെ എണ്ണം. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം? നമ്പർ ഓഫ് കോൾസ് പെർ മിനിറ്റ്, റിസീവ്ഡ് പെർ മിനിറ്റ്. 1 മിനിറ്റിൽ കിട്ടുന്ന കോളുകളുടെ എണ്ണം. അത് ഫോളോ ചെയ്യുന്നത് ഏത് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും? ഫോളോസ് എ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ എം. എം എന്ന് പറയുന്നത് ആവറേജ് ആണ് അല്ലേ. അപ്പോൾ ആവറേജ് 4 കോൾസ് എന്ന് പറയുന്നു, പി ഓഫ് 4. അപ്പോൾ ഒരു നമ്പർ ഓഫ് കോൾസ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ പ്രോബബിലിറ്റി നമുക്ക് എഴുതിക്കൂടെ? പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ പി എം ഓഫ് ഇസ് ഗിവൺ ബൈ പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എക്സ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ക്യാപിറ്റൽ എക്സ് പറഞ്ഞാൽ നമ്പർ ഓഫ് കോൾസ്, കോളുകളുടെ എണ്ണം സ്മോൾ എക്സ് ആവാനുള്ള പ്രോബബിലിറ്റി. ദറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എം. ഇവിടെ ഇ റേസ് ടു മൈനസ് 4, എം റേസ് ടു എക്സ്, 4 റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയലാണ്. എക്സ് ഏതൊക്കെ വാല്യൂസ് എടുക്കും? പോയ്സോൺ റാൻഡം വേരിയബിൾ 1, 2, 3 അപ് ടു ഇൻഫിനിറ്റി വരെയുള്ള വാല്യൂസ് എടുക്കും. അപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി ദാറ്റ് നമ്പർ ഓഫ് കോൾസ് ഇസ് ഈക്വൽ ടു എക്സ് ആവാനുള്ള പ്രോബബിലിറ്റി അറിയാം. അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെയുള്ള ഓരോ പ്രോബബിലിറ്റി നമുക്ക് കണ്ടുപിടിച്ചൂടെ? അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു എക്സ്, അതായത് നമ്പർ ഓഫ് കോൾസ് ഇസ് ഈക്വൽ ടു എക്സ്.
അതിനുള്ള പ്രോബബിലിറ്റി, അതിനെയാണ് നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതാണ് നമ്മൾ എന്ത് എഴുതിയിട്ടുണ്ടായിരുന്നത്, ഇ റേസ് ടു -4 4 റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ എക്സ് എടുക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണ്, 0 1 2 3 അപ് ടു ഇൻഫിനിറ്റി. ഇതാണ് എഫ് ഓഫ് എക്സ് അല്ലേ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് പ്രോബബിലിറ്റി ദാറ്റ് probability of receiving 2 or less calls per minute. ഒരു മിനിറ്റിൽ 2 അതിൽ കുറവോ കോളുകളാണ് വരേണ്ടത്. അപ്പോൾ കോളുകളുടെ എണ്ണം, അതായത് എക്സ്, 2 അതിൽ കുറവ് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഈ പ്രോബബിലിറ്റിയാണ് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 2 അതിനെക്കാട്ടോ കുറവോ എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സിന് ഏതൊക്കെ വാല്യൂസ് എടുക്കാം, 0 എടുക്കാം, 1 എടുക്കാം, 2 എടുക്കാം. This is equal to probability of x is equal to 0 plus probability of x is equal to 1 plus probability of x is equal to 2 എന്ന് എഴുതാം. That is equal to probability of x is equal to x നമുക്കറിയാം. അപ്പോൾ ഈ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ 0ഉം 1ഉം 2 ഒക്കെ കൊടുത്താൽ ഈ പ്രോബബിലിറ്റീസ് കിട്ടും അല്ലേ. അപ്പോൾ ഇ റേസ് ടു -4 4 റേസ് ടു എക്സിൻ്റെ സ്ഥാനത്ത് 0 ബൈ 0 ഫാക്ടോറിയൽ പ്ലസ് ഇ റേസ് ടു -4 4 raised to 1 by 1 factorial plus e raised to -4 4 raised to 2 by 2 factorial. എല്ലാത്തിലും e raised to -4 കോമൺ ഫാക്ടർ ആണ് അല്ലേ, അയാളെ പുറത്തേക്ക് എടുത്ത് വയ്ക്കാം. ബാക്കി എന്ത് വരും, ഇവിടെ 4 raised to 0 by 0 factorial. 4 raised to 0 എന്ന് പറഞ്ഞാൽ 1 ആണ്, 0 factorial എന്ന് പറഞ്ഞാലും 1 ആണ്. അപ്പോൾ ഇവിടെ 1 ബാക്കി ഉണ്ടാവുള്ളൂ. പ്ലസ് ഇവിടെ e raised to -4 പുറത്തു പോയി ബാക്കി ആരാ ഉണ്ടാവുക, 4 raised to 1 by 1 factorial. 4 raised to 1 is 4, 1 factorial പറഞ്ഞാൽ 1 അല്ലേ. പ്ലസ് ഇ റേസ് ടു -4 ഇവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ 4 സ്ക്വയർ, ദറ്റ് ഈസ് 16 ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ. 2 ഫാക്ടോറിയൽ പറഞ്ഞാൽ 1 into 2 അല്ലേ, ദറ്റ് ഈസ് 2. അപ്പം 1 + 4 + 8 അപ്പോൾ അവരെ കൂട്ടുമ്പോൾ എന്താ വരിക, 13 ആണ് വരിക. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 13 ഇ റേസ് ടു -4 എന്നാണ് വരാൻ പോകുന്നത്. 13 ഇ റേസ് ടു -4. അപ്പോൾ നമുക്ക് ഇ റേസ് ടു -4ൻ്റെ വാല്യൂ എങ്ങനെയാണ് നോക്കാം. ഒന്നില്ലെങ്കിൽ നമുക്ക് സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് ഇ റേസ് ടു -4ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾസിൽ പോയ്സോണിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ്റെ വാല്യൂസ് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഇ റേസ് ടു -mൻ്റെ വാല്യൂസാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇ റേസ് ടു -mൻ്റെ വാല്യൂ എം ഓരോ വാല്യൂസ് ആകുമ്പോൾ 0 മുതൽ 7 വരെയുള്ള വാല്യൂസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പം ഇ റേസ് ടു -mൻ്റെ വാല്യൂ നമുക്ക് കാണേണ്ടത് M4 ആകുമ്പോഴാണ്. നമുക്ക് ഇ റേസ് ടു -4ൻ്റെ വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ ഇ റേസ് ടു എമ്മിൽ 0 നോക്കുക. അപ്പോൾ 0.0183 അതാണ് ഇ റേസ് ടു -4ൻ്റെ വാല്യൂ. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 13 into 0.0183 and the answer is 0.2379. ഇങ്ങനെയാണ് ഇവിടെ പ്രോബബിലിറ്റി കാണുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി ഓഫ് അപ് ടു 4 കോൾസ് ആണ്. 4 കോളുകൾ വരെ കിട്ടാനുള്ള പ്രോബബിലിറ്റി. 4 കോളുകൾ വരെ കിട്ടുക എന്ന് പറഞ്ഞാൽ കോളുകളുടെ എണ്ണം അത് എക്സ്, അത് ലെസ് ദാൻ 4 ആവുക. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ 4 ആവുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാവാം, എക്സ് ക്യാൻ ബി 0 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇ റേസ് ടു -4 4 raised to x by x factorial. അപ്പം ഇ റേസ് ടു -4 എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോഴാണ് 4 raised to 0 by 0 factorial പ്ലസ് ഇ റേസ് ടു -4 4 raised to 1 by 1 factorial പ്ലസ് ഇ റേസ് ടു -4 4 raised to 2 by 2 factorial പ്ലസ് ഇ റേസ് ടു -4 4 raised to 3 by 3 factorial. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് റിക്വയർഡ് ആൻസർ കിട്ടും. നമുക്കറിയാം ഇ റേസ് ടു -4ൻ്റെ വാല്യൂ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0.4331 എന്നുള്ള ആൻസർ വരും.